നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തീർന്നു. CBFും ആഞ്ചലോട്ടിയും തമ്മിലുള്ള നെഗോസിയേഷൻസ് തീർന്നു. ഇനി ആഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചാവാനുള്ള സാധ്യതയില്ല. ഈ വാർത്ത കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്തത് ബ്രസീലിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള ഗ്ലോബോയാണ്. അപ്പോൾ ഇനി നമ്മൾ വേറെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. CBF ends നെഗോസിയേഷൻസ് വിത്ത് കാർലോ ആഞ്ചലോട്ടി എന്നവർ റിപ്പോർട്ട് കൊടുക്കുന്നു. മാത്രമല്ല, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണ് ഇതിന് പുറകിൽ സംഭവിച്ചത്? ആരാണ് ഈ ഡീൽ? ഓക്കെ ആണല്ലോ, 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വെർബൽ എഗ്രിമെന്റിലേക്ക് എത്തിയതാണ് എന്ന് ഫബ്രീസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് കൊടുത്തിരുന്നതാണല്ലോ. എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ചോദ്യം. ഫബ്രീസിയോ റൊമാനോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, 2 ദിവസം മുമ്പ് വെർബൽ എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഫിക്സ്ഡ് ആണ്, ഫൈനലൈസ്ഡ് ആണ്, ഇതാ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിലേക്ക് പോകാൻ പോകുന്നു എന്ന്. പക്ഷെ എന്നിട്ട് പിന്നെ എന്ത് സംഭവിച്ചു? സംഭവിച്ചത് ഒരാളാണ് ഇതിന് പുറകിൽ. ഇത് തടയാനുള്ള കാരണം മറ്റാരുമല്ല, ഫ്ലോറന്റീനോ പെരസ്. സംഭവിച്ചത് എന്താണ് എന്ന് വിശദമായിട്ട് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്പാനിഷ് ക്ലബിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് റയൽ മാഡ്രിഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇതിൽ വളരെ ഹാർഡ് ബോൾ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്തു. ആഞ്ചലോട്ടിക്ക് ടെർമിനേഷൻ ഫീസ് കൊടുക്കില്ല എന്നവർ തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 2026 ജൂൺ വരെ കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ അദ്ദേഹത്തെ സാക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കോമ്പൻസേഷൻ ഫീസ് കൊടുക്കണം. അത് കൊടുക്കില്ല, ഞങ്ങൾ നിങ്ങളെ സാക്ക് ചെയ്യില്ല, നിങ്ങൾ പോവുകയാണ് എന്ന സ്റ്റാൻഡ് അവർ എടുക്കുകയായിരുന്നു. പക്ഷെ ഇതിൽ സംഭവിച്ചത്, നേരത്തെ ആഴ്സണലുമായിട്ട് പൊട്ടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് റയൽ മാഡ്രിഡ് പുറത്തായപ്പോൾ തന്നെ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനമെടുത്തതാണ് സീസണിന് അവസാനം കാർലോ ആഞ്ചലോട്ടിയെ സാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി ബ്രസീലുമായിട്ട് നെഗോസിയേഷനിലേക്ക് പോയതും അവിടെ ഒരു എഗ്രിമെൻറ്റിലെത്തിയതും. അങ്ങനെ എഗ്രിമെൻറ്റിലെത്തി എന്ന് കണ്ടപ്പോൾ, ബ്രസീലുമായിട്ട് എഗ്രിമെൻറ്റിലെത്തി കാർലോ ആഞ്ചലോട്ടി എന്ന് മനസ്സിലാക്കിയപ്പോൾ, റയൽ മാഡ്രിഡ്, ഫ്ലോറന്റീനോ പെരസ് അവരുടെ സ്റ്റാൻഡ് മാറ്റുകയായിരുന്നു. ഇല്ല, ഞങ്ങൾ നിങ്ങളെ ഫയർ ചെയ്യുന്നില്ല, നിങ്ങൾ പുതിയ ടീമിലേക്ക് പോവുകയാണ്, അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾ കോമ്പൻസേഷൻ തരേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഫ്ലോറന്റീനോ പെരസ് പോയി എന്നാണ് ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തത്. ചുരുക്കത്തിൽ ഇവിടെ കളിച്ചിരിക്കുന്ന ഫ്ലോറന്റീനോ പെരസാണ്. അവർ ആഞ്ചലോട്ടിയെ സാക്ക് ചെയ്യാൻ നിന്നതാണ്. സാക്ക് ചെയ്യുമ്പോൾ കോമ്പൻസേഷൻ ഫീസും കൊടുക്കണം. എന്നാൽ ആഞ്ചലോട്ടി ബ്രസീലുമായിട്ട് ഡീലിലെത്തി എന്ന് കണ്ടപ്പോൾ അതിപ്പോൾ പിടിച്ചു, ഞങ്ങൾ സാക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം എന്ന നിലപാടിലേക്ക് റയൽ മാറി എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ആഞ്ചലോട്ടിയും CBFും തമ്മിൽ വെർബൽ എഗ്രിമെന്റിലേക്ക് എത്തിയിരുന്നു. അത് ഇനി ഫൈനലൈസ് ചെയ്യപ്പെടുന്നില്ല. CBF ആകെ ഫ്യൂരിയസ് ആണ്, ഇത് നടക്കാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട്. ഇത് ഫബ്രീസിയോ റൊമാനോ അടക്കമുള്ളവർ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നു, അവരുടെ ഒരു നിലപാട്, റയൽ മാഡ്രിഡിൻ്റെ നിലപാട്, ഞങ്ങൾ ഒരു സിംഗിൾ യൂറോ ഇവിടെ കോമ്പൻസേഷനായിട്ട് കൊടുക്കാൻ പോകുന്നില്ല, കാരണം ഞങ്ങൾ കോച്ചിനെ സാക്ക് ചെയ്യുന്നില്ല, കോച്ചിൻ്റെ ഇഷ്ടത്തിന് പോവുകയാണ് എന്നുള്ളതാണ്. അപ്പം ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ ആണെങ്കിൽ ഇനി വെയിറ്റ് ചെയ്യാനും തയ്യാറല്ല. അതുകൊണ്ട് ഡീൽ ഇവിടെ അവസാനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. റയൽ മാഡ്രിഡ് ആർ കറന്റ്ലി ബ്ലോക്കിംഗ് കാർലോ ആഞ്ചലോട്ടീസ് മൂവ് ടു ബ്രസീലിയൻ നാഷണൽ ടീം. ഫബ്രീസിയോ പറഞ്ഞാലാണല്ലോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വിശ്വാസമാകുള്ളൂ. അതുകൊണ്ടാണ് ഫബ്രീസിയോയുടെ T20 എടുത്ത് വായിക്കുന്നത്. ദി വെർബൽ എഗ്രിമെന്റ് ഹാസ് ബീൻ ഡൺ ഫോർ 2 days. 2 ദിവസമായിട്ട് ആഞ്ചലോട്ടിയും ബ്രസീലും തമ്മിൽ വെർബൽ എഗ്രിമെന്റിൽ എത്തിയതാണ്. പക്ഷേ ബ്രസീൽ എക്സ്പെക്ടഡ് കാർലോ ടു സൈൻ, ബട്ട് റയൽ വിൽ സ്റ്റിൽ നോട്ട് ഇൻഫോം ഡയറക്ട്ലി. റയൽ ഡു നോട്ട് വാണ്ട് ടു പേ എനി എക്സിറ്റ് ഫീ ഫോർ ആഞ്ചലോട്ടീസ് സാലറി. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അവസാനം റയൽ മാഡ്രിഡ് ഫ്ലോറന്റീനോ പെരസ് കളിച്ചു, ഈ ഡീല് നടക്കില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.